നമസ്കാരം. ദുരിത ജീവിതങ്ങളുടെ നേർക്കാഴ്ചയായ സ്ട്രീറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. വർഷങ്ങളായി ദുരിത ജീവിതം നയിക്കുന്ന കടലുണ്ടി സ്വദേശി അനീഷയുടെ ജീവിതാവസ്ഥയിലേക്കാണ് ഈ വാരത്തിലെ സ്ട്രീറ്റ് വ്യൂ കടന്നു ചെല്ലുന്നത്. ഇത് അനീഷ. വർഷങ്ങളായി അനീഷ ഇതേ കിടപ്പിലാണ്. കൈകാലുകൾ ചുരുണ്ടുകൂടി, ശരീരം തളർന്ന അവസ്ഥയിൽ. കടലുണ്ടി സ്വദേശികളായ മുഹമ്മദ് കോയ, ഖദീജ ദമ്പതികളുടെ 3 മക്കളിൽ ഒരാളായ അനീഷയ്ക്ക് ജീവിതം ദുരിതപൂർണമായിട്ട് 14 വർഷം കഴിയുന്നു. മകളുടെ ചികിത്സക്കായി കിടപ്പാടം വിറ്റു. ഒരുവിധം എല്ലാ ആശുപത്രികളിലും അനീഷയെ ചികിത്സയ്ക്ക് വിധേയമാക്കി. എങ്കിലും എന്താണ് അനീഷയുടെ അസുഖമെന്ന് ഉറപ്പിച്ചു പറയാൻ ഇതുവരെ ഡോക്ടർമാർക്കായിട്ടില്ല. ഭർത്താവിന്റെ മരണശേഷം ഖദീജ വീട്ടുജോലിക്ക് പോയാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. കിടപ്പാടം വിറ്റതോടെ ഇപ്പോൾ കടലുണ്ടി കല്ലമ്പാറയിലെ വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. സംസാരശേഷിയും ശരീരത്തിൻ്റെ ചലനശേഷിയും നഷ്ടപ്പെട്ടുവെങ്കിലും ബുദ്ധിക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അനീഷയ്ക്ക് പറയാനുള്ളത് അനീഷ കട്ടിലിനോട് ചേർത്തുവെച്ച കൊച്ചു പുസ്തകത്തിൽ കുത്തിക്കുറിക്കും. അവസാനമായി കാണിച്ച ആശുപത്രിയിൽ ഒരു പരീക്ഷണമെന്നോണം ശസ്ത്രക്രിയയ്ക്ക് വിധിച്ചപ്പോൾ അനീഷ ഡോക്ടർമാർക്ക് എഴുതി നൽകിയ കുറിപ്പ് വായിക്കുന്ന ഏതൊരാളുടെയും കണ്ണുകളിൽ ഏറണിയിക്കും.
ഉമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിലുള്ള വിഷമമാണ് തന്നെ ഏറെ വേദനിപ്പിക്കുന്നതെന്നും അനീഷ പറയുന്നു. ഇത്രയും കാലം ചികിത്സയ്ക്കും മറ്റുമായി സഹായിച്ച നന്മ പറ്റാത്ത കുറേ മനുഷ്യരുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അനീഷ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ അനീഷ പഠനകാര്യങ്ങളിലും പാഠ്യേതര കാര്യങ്ങളിലും മിടുക്കിയായിരുന്നു എന്നും ഉമ്മ ഓർക്കുന്നു. തന്നെ ആദ്യം പരിശോധിച്ച ഡോക്ടർമാരുടെ കൈപ്പിഴവാണ് താൻ ഈ നിലയിലായത് എന്ന് അനീഷ എഴുതിയ കുറിപ്പുകളിൽ വ്യക്തമാണ്. ചികിത്സ പിഴവ് തന്നെയാണ് തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്നും ഇവൾ ഉറച്ച് വിശ്വസിക്കുന്നു. പെയിൻ ആൻഡ് പാലിറ്റീവിലെ പ്രവർത്തകർ അനീഷയെ ഇടയ്ക്ക് കാണാൻ വരും. പരിചരിക്കുന്നതിലും സ്വാന്തന വാക്കുകൾക്ക് ശേഷമായിരിക്കും ഇവർ മടങ്ങുക. വാടക വീട്ടിലെ ജനലിലൂടെയുള്ള പുറംകാഴ്ചയും ടെലിവിഷനിലെ പരിപാടികളിലും മാത്രമാണ് ഇപ്പോൾ അനീഷ സമയം തള്ളി നീക്കുന്നത്. ചില സന്നദ്ധ സംഘടനകൾ സൗജന്യമായി നൽകിയ വാട്ടർ ബെഡിൽ 14 വർഷത്തോളമായി ഈ അനീഷ എല്ലാ ദുഃഖങ്ങളും ഒതുക്കിവെച്ച് ജീവിതം 4 ചുവരുകൾക്കുള്ളിൽ തടക്കപ്പെട്ട് കഴിഞ്ഞുകൂടുന്നു. വാടക വീട്ടിൽ നിന്നും മാറി സ്വന്തമായൊരു വീടാണ് അനീഷ ആഗ്രഹിക്കുന്നത്. സന്മനസ്സുകളുടെ സഹായമുണ്ടെങ്കിൽ അനീഷയുടെ ചിലവും അനീഷയുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാനാകും എന്ന് പ്രതീക്ഷിക്കാം. ാണ് വയറുവേദന കാരണം അനീഷയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അനീഷയ്ക്ക് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ശസ്ത്രക്രിയ കഴിഞ്ഞുവെങ്കിലും പിന്നീട് അങ്ങോട്ട് ശരീരം പൂർണ്ണമായും തളരുകയായിരുന്നു. ഞങ്ങൾ കടലുണ്ടിയിലാണ് താമസിച്ചിരുന്നത്. കടലുണ്ടിയിൽ നിന്ന് ഞങ്ങളിപ്പം പോന്നിട്ട് വീടൊക്കെ വിറ്റ് പോന്നിട്ട് 5 വർഷം കഴിഞ്ഞു. എൻ്റെ മകൾ 6 വരെ പഠിച്ചൊരു മകളാണ്. പക്ഷേ എങ്കിലും കൂടിയിട്ട് അവൾക്ക് 2001 ഒരു വയറുവേദന വന്നപ്പോൾ ഞങ്ങൾ എല്ലാ ഡോക്ടർമാരെയും കാണിച്ച് ലാസ്റ്റ് ഹോസ്പിറ്റലിൽ ഗോയാസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഒരു ഓപ്പറേഷൻ കഴിയുന്നത്. അപ്പോൾ അവർ വയറുവേദനക്ക് മുഴയുണ്ടെന്നാണ് പറഞ്ഞത്. ആ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം
അവൾ എണീറ്റൊക്കെ നടന്നിരുന്നു. അങ്ങനെ ഞാൻ 2001 ഓപ്പറേഷൻ കഴിഞ്ഞ് അവൾക്ക് പിന്നീട് ഒരു കുഴപ്പങ്ങളില്ലാണ്ട് അവൾ അങ്ങനെ എണീറ്റൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ 2003 പിന്നെ ഒരു വയറുവേദന വന്നതാണ്. ആ വയറുവേദന വന്നപ്പം പിന്നെ ഞങ്ങൾ ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷനാണ്, ഇപ്പം പെട്ടെന്ന് വേണമെന്ന്. അങ്ങനെ അതും ചെയ്തു. അത് ചെയ്ത ശേഷം നമ്മൾക്കൊരു കുഴപ്പമില്ല. പിന്നെ അങ്ങനെ ഉണ്ട്, അസുഖങ്ങൾ തന്നെയാണ്. പിന്നെ അതിൻ്റെ ശേഷമൊക്കെ അസുഖങ്ങളാണ്. അങ്ങനെ ആ 2003 കഴിഞ്ഞതിന് ശേഷം പിന്നെ 2008 ഒക്കെ പിന്നെ ഒരു വയറുവേദന വന്നതാണ്. വയറുവേദന വന്നെങ്കിലും കൂടിയിട്ട് അപ്പോഴും കൊണ്ടുപോയത് ആ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു. അതിൻ്റെ ശേഷം അവൾ നടന്നിട്ടില്ല. 6 മാസം അവൾ നടന്നു, വടിമേലായിട്ടും വീൽ ചെയറിലായിട്ടും നടന്നു. അതിൻ്റെ ശേഷം ഞങ്ങൾ വീടെല്ലാം ഞാൻ വിൽക്കേണ്ടി വന്നു. വിറ്റ് എല്ലാ ഡോക്ടർമാർക്കും, ഇനിയൊരു ഡോക്ടർമാർ കോഴിക്കോട് വെച്ചിട്ടും ഇനി എവിടെ വെച്ചിട്ടും ഡോക്ടർമാരില്ല, എല്ലാ ഡോക്ടർമാർക്കും കാണിച്ചു. പക്ഷേ എങ്കിലും ഒരു പ്രയോജനം എൻ്റെ മോളെ കൊണ്ടില്ല.